അപ്പോൾ ഇന്നത്തെ നമ്മളെ യാത്ര എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കായ ചെമ്പ്ര പീക്കിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്യൂവലൊക്കെ ഫില്ലാക്കി യാത്ര തുടങ്ങുകയാണ്. ഏകദേശം 2.25 മണിക്കൂറോളം ഇവിടുന്ന് യാത്ര ഉണ്ട് കേട്ടോ. മേപ്പാടിയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്ററാണ് നമ്മളെ ചെമ്പ്ര പീക്കിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വരുന്ന ദൂരം. ആനകളെ ശല്യമുള്ളത് കാരണേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഒരു 4 കിലോമീറ്റർ മുമ്പിന് നമ്മൾ പിടിച്ചു നിർത്തും. അതായത് ആ ഗേറ്റ് 5 മണിക്കേ ഓപ്പൺ ആകുള്ളൂ. അപ്പോൾ 5 മണിക്ക് ആ ഗേറ്റ് ഓപ്പൺ ആയതിനു ശേഷമാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ടോക്കൺ കൊടുക്കാൻ തുടങ്ങുള്ളൂ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ 5 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഓഫ്ലൈൻ ടിക്കറ്റാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ. ഓൺലൈനാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം. ഇനി അതല്ല, ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മണിയാകുമ്പോഴേക്കും ടിക്കറ്റ് കൗണ്ടറിൽ എത്തണം. നമ്മളെന്തായാലും കറക്റ്റ് ടൈമിന് എത്തിട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഒരു ദിവസം 88 ആൾക്കാരെ മാത്രമേ കയറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 6 മണി. നമ്മൾ ഇവിടെ വന്നു, പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ ചെന്നു, ടോക്കൺ എടുത്തു. പിന്നെ അപ്പോൾ അവിടെ പേരും ഫോൺ നമ്പറും എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ വെബ്സൈറ്റിലും ഓരോ വീഡിയോസും കണ്ടപ്പോഴൊക്കെ അതിലൊക്കെ 5 ആൾക്കാർക്ക് ഒറ്റ ടിക്കറ്റ് എന്നുള്ള രൂപത്തിലേനി. അതായത് 4000 രൂപ, പിന്നെ 5 ആൾക്കാർക്ക് ഒരു ഗ്രൂപ്പിന്, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടുത്തെ നമുക്ക് സിംഗിളായിട്ട് തന്നെ കിട്ടും, ടിക്കറ്റ് കാര്യങ്ങൾ കിട്ടും. ഇനി 7 മണിയാകുമ്പോഴാണ് ടിക്കറ്റ് കൊടുക്കൽ തുടങ്ങുക. 5:30ക്കാണ് ശരിക്ക് ഇവർ ഇത് കൊടുക്കൽ തുടങ്ങണത്, ടോക്കൺ. 5 മണിക്ക് ടോക്കൺ കൊടുക്കാൻ തുടങ്ങുമെന്നാണ് ഇന്നലെ ഓരോ കോൺടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. 5:30 കഴിഞ്ഞിട്ടുണ്ടല്ലേ, ഒരു 5:40 കഴിഞ്ഞിട്ടുണ്ട് ടോക്കൺ കൊടുക്കാൻ. അപ്പം ഇനിയിപ്പോൾ 7 മണിയാകുമ്പോൾ നേരെ കയറാം. ഇതിപ്പോൾ ഇവിടെ ഉള്ള ചെറിയൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നല്ല വ്യൂ ഇങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ സൈഡാക്കിയതാണ്. അപ്പോൾ ഇനി എന്തായാലും 1 മണിക്കൂർ ടൈമുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അപ്പോഴേക്കൊന്ന് സുബഹി നിസ്കരിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പള്ളിയിലേക്കുള്ള ദൂരം. അതാട്ടോ നമുക്ക് കയറാനുള്ള പീക്ക്, ചെമ്പ്ര പീക്ക്. അപ്പം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനി നേരെ ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞു, 6:40. 7 മണിയാകുമ്പോഴത്തേന് അവിടെ എത്തണം. അതിന് മുമ്പ് ഇങ്ങനെ ഒരു ചായ കുടിക്കാന്ന് ഇല്ലേ? ഒരു ചായ കുടിക്കലേ? ഇത് കുടിക്കാം. റോഡ് കുറച്ച് മോശമാണ്. ഇവിടെ നമ്മളെ ചായക്കണം എടുത്തോളൂ. ഇതാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഞങ്ങളിപ്പോൾ ഒരുത്തനും കൂടി ഉണ്ട് കേട്ടോ, അത് വേറെ ഗ്രൂപ്പിലാണ്. 3 ആൾക്ക് അല്ലേ? യെസ്, 2400. ക്യാമറക്ക് വേറെ, ഗോപ്രോക്ക് സ്പെഷ്യൽ റേറ്റ്, ക്യാമറക്ക് വേറെ റേറ്റ്. പിന്നെ സ്റ്റീൽ ബോട്ടിൽ ഇവിടെ നിന്ന് തരുന്നുണ്ട്, ഞാൻ വാങ്ങിയിട്ടില്ല. നമ്മളെ അടുത്തുള്ളതുകൊണ്ട് ഒരു ഫ്രീ ആയിട്ട് തരും, അതിന് വേറെ പേയ്മെന്റ് ഒന്നുമില്ല. തിരിച്ചവിടെ കൊടുത്താൽ മതി. കളഞ്ഞു പോവാതെക്കാൻ വേണ്ടി വീഡിയോ എടുത്തേക്കാണ്. കളഞ്ഞു പോവാണ്ടിരിക്കാനല്ല, കളഞ്ഞു പോയാൽ കാണിച്ചു കൊടുക്കാൻ. അല്ല നമുക്ക് പോയിക്കൂടെ? നമുക്ക് ഇനി 2 കിലോമീറ്റർ ഇവിടുന്ന് നേരെ പോകണം. അവരോട് പറഞ്ഞല്ലേ? അല്ല അവനോട് പറഞ്ഞു. ചോദിച്ചോ? അല്ല, പോവാ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 കിലോമീറ്റർ നേരെ പോവാം. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും നേരെ പോയിട്ട് അവിടെ പാർക്ക് ചെയ്യാം, പാർക്കിങ്ങിൽ ഇടാം. എന്നിട്ട് അവിടുന്ന് കുറച്ച് നടന്നാല് അവിടെ ഫസ്റ്റത്തെ ഗൈഡ് ഉണ്ടാവും. പിന്നെ അവിടുന്ന് നമ്മൾ കയറാം. പിന്നെ ഗൈഡ് നമ്മളൊപ്പം നേരത്തെ പോവാം. നേരത്തെ പോയ കുറെ വിഷ്വൽസ് കിട്ടും. അതെ, ഇതൊക്കെ ക്യൂലുള്ള വണ്ടികളാണ്. ഇതൊക്കെ കുറെ പിന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് ഇട്ട് വരുന്നവരാണ്. ഓൺലൈൻ എടുത്താൽ നമുക്ക് സേഫ് ആയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നിപ്പോ 4-ാം ശനിയാണല്ലോ ഇന്ന്. അപ്പോ അതിൻ്റെതായ തിരക്കും കാര്യങ്ങളും അവിടെ ഉണ്ട്. നമുക്ക് കയറാൻ
അവിടെ ഇങ്ങനെ നിർത്താൻ പറഞ്ഞു. കുറച്ചുകൂടി നേരടാൻ അങ്ങനെ തന്നെ ഇടാൻ. ലാൻഡ്സ്കേപ്പ് ഒക്കെ ഒരു രക്ഷയില്ല. ഏതായാലും സ്റ്റാൻഡിന് അതിന്റെ പ്രശ്നം അതിലായിട്ടില്ല. ഇതാണ് നമ്മളെ എൻട്രി. ഇവിടെ നിന്നാണ് ഒഫീഷ്യലായിട്ട് നമ്മൾ ട്രക്കിങ് കയറാൻ പോണത്. ഇതിലെ സ്പോട്ട് എല്ലാ ടൈം ഇവിടെ ധൈര്യം ഇതാ. ലാൻഡ്സ്കേപ്പ് ഉണ്ടോ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിനി നടത്തം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇതാണ് ചെക്കിംഗ് പോയിന്റ് 1. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങളപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ അവിടുത്തെ ആള് പറഞ്ഞിട്ട് ഒരാളും കൂടി എക്സ്ട്രാ ഉണ്ടായിനി. അതായത് വേറെ ഞങ്ങൾ രണ്ടാളും അതായത് ഓലൊരു ടെമ്പോ ട്രാവലർ എന്ന് പറഞ്ഞ ടീമിന് കർണാടക ടീമാണ്. അപ്പോൾ അവർക്ക് ഒരാൾക്ക് ഓൺലൈൻ ടിക്കറ്റില്ല, ബാക്കി എല്ലാവരും ഓൺലൈൻ ടിക്കറ്റ് എടുത്താണ്. ഒരാൾക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞങ്ങളെ കൂടെ കൂടിക്കോട്ടെ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ ഇവിടെ ഈ ഫസ്റ്റ് ചെക്കിംഗ് പോയിന്റിൽ എത്തുന്ന ടൈമിൽ ചെക്കിംഗ് പോയിന്റ് ഉണ്ട്. നമ്മൾ പാർക്കിങ്ങിന്റെ ഇവിടെ തന്നെ അവിടെ ആ ആള് നമ്മളിപ്പം വേണം. നമ്മള് മുന്നില് നമ്മള് ഫസ്റ്റ് എത്തുകയും ചെയ്ത് ഓല് ബാക്കില് നമ്മൾ പെട്ടെന്ന് നല്ല വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ വിചാരിച്ചാണ്ട് പെട്ടെന്ന് കയറിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. എന്തായാലും പിന്നെ ഒരു 15 മിനിറ്റ് മുമ്പ് വെയിറ്റ് ചെയ്തല്ലേ. പിന്നെ ഓനെത്തി പിന്നെ നേരെ കയറി പോന്നു. ശരിക്കും അടുത്ത ചെക്കിംഗ് പോയിന്റിലും ഓള് വേണമെന്നാണ്. പിന്നെ മൂപ്പര് പറഞ്ഞു ഇനി നിങ്ങളേതായാലും പോയിക്കോളി, ഞാൻ അവിടെ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി പറഞ്ഞാണ്ട് പോകണം. അപ്പം സ്റ്റാർട്ട് അയക്കണം. എന്തായാലും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. കുറെ കാലമായി ചെമ്പ്ര പീക്ക്, ബാണാസുര, പിന്നെ ബ്രഹ്മഗിരി, ഇത് 3 ബക്കറ്റ് ലിസ്റ്റ് വെച്ചിട്ട് കുറെ കാലമായിരിക്കണം, 1.5 കൊല്ലമായിരിക്കും. ഏതായാലും ഇപ്പൊ സാഹചര്യമൊക്കെ ഒത്ത് സെറ്റായി വന്നത്. ഫസ്റ്റ് ഏകദേശം 7:50 സമയം. നമ്മളാണ് ഫസ്റ്റ് കയറുന്നത്. കാരണം നമ്മള് പെട്ടെന്ന് വന്നാല് കുറെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ചാണ് ഫസ്റ്റ് നമ്മളാണ് വരുന്നത്. റോപ്പൊക്കെ ഉണ്ടല്ലേ, ബുദ്ധിമുട്ടുള്ളവർക്ക് റോപ്പൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു സപ്പോർട്ട്. അവിടുന്ന് കയറി ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. 3rd ചെക്ക് പോയിന്റിലെത്തി. ബാക്കിലാ 3rd ചെക്ക് പോയിന്റിൽ ഒരു ഗാർഡ് ഉണ്ടാവും. അവിടുന്ന് ഒരു 500 മീറ്റർ പോയി മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഫില്ല് ചെയ്യാം. ഇങ്ങോട്ട് പ്ലാസ്റ്റിക് ആരും കൊണ്ടുവരരുത്. ബി എ റെസ്പോൺസിബിൾ ട്രാവലർ. ആരും പ്ലാസ്റ്റിക് ബോട്ടിൽ അതുപോലെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുന്നൊരു സ്റ്റീലിൻ്റെ ബോട്ടിലിന് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ താഴെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പോലും തരും. ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം, തിരിച്ചേൽപ്പിച്ചാൽ മതി. നമ്മൾ രാവിലെ നല്ല തണുപ്പോയിട്ടാണ് ഈ ഫുൾ ഗിയറിട്ട് പോകുന്നത്. നമ്മൾ ഏകദേശം 2:45 ഇറങ്ങിയിട്ട് ഏകദേശം 3:45, 4:45, 5 മണി 2.25 മണിക്കൂർ നമുക്ക് ബൈക്കിലിനി. നാട്ടിൽ നിന്ന് നമുക്ക് അത്ര തണുപ്പില്ല. പക്ഷേ വയനാട് ചുരം കയറി വയനാട് വെൽക്കം ടു വയനാട് ബോർഡ് കഴിഞ്ഞതിന് ശേഷം നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് പറഞ്ഞാൽ അപാര തണുപ്പേന്. അതേ 1 റോഡാ. നമ്മളെ പാർക്കിംഗ് ഏരിയ ആണ് വരുന്നത്. അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ടാണ് ഇങ്ങനെ കയറി വന്നത്.
കൂടെ നമ്മൾ കയറി പോകുന്നത്. ഇവിടെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്. ഒരു പകുതിയോളപ്പം കയറി കാണും അല്ലേ? ഇവിടുന്ന് 800 മീറ്ററും കൂടി ഉണ്ട് നമ്മളെ ലവ് ലേക്ക്. ശരിക്ക് വയനാട് ജില്ലയിൽ ഏറ്റവും ഉയരം കൂടിയ പീക്കാണത്. പക്ഷെ എന്താ വെച്ചാൽ അവിടെ ഏറ്റവും ടോപ്പിൽ വന്യജീവിനെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ വന്യജീവി ശല്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ലവ് ലേക്ക് വരെയാണ് ഇപ്പോൾ പോകാൻ പറ്റുള്ളൂ. ആദ്യം നമുക്ക് ടോപ്പിൽ കയറായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളാണ് ഏറ്റവും മുമ്പിൽ വരുന്നത്. ഗൈഡുമാരിതാ. ആ ആ ഓക്കെ 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 ആ ഓക്കെ ഓക്കെ ഓക്കെ. ഒരു പതുക്കെ കയറിയാൽ മതി എന്ന് പറഞ്ഞു. നേരെ ചെക്ക് ചെയ്തിട്ട് ശക്തമായ കാറ്റാണ്. ആ ഇത് കയറാൻ കുടിവെള്ളം പറഞ്ഞേ. പിന്നെയാണോ? ആ അതെ. അതാട്ടോ നമ്മളെ ചെമ്പ്ര പീക്ക് പറഞ്ഞ പീക്ക് വരുന്നതാണ്. ആദ്യം നമുക്ക് ആ ടോപ്പ് വരെ പോകേ. ഇതാണ് നമ്മളെ ഫസ്റ്റ് ലേക്ക് വരുന്നത്. വെള്ളമൊക്കെ കുറേ വറ്റിയിട്ടുണ്ട്. കുറച്ച് വെള്ളമുള്ളൂ. ചെറിയൊരു ഉണക്കുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഒന്നുകൂടി പറ്റിയ ക്ലൈമറ്റ് ഇതാണ് അല്ലേ? നല്ല തണുപ്പുണ്ട്. അതെ. നിങ്ങളെ പേരെന്താ? ഞാനിവിടെ വയലിലാണ് താമസം. ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ. അവിടെ അടുത്തുള്ള ആളുകൾക്ക് ഇതിന്റെ ഡ്യൂട്ടി കൊടുക്കും. കാരണം ഇപ്പൊ ഈ മാസങ്ങളൊന്നും കുഴപ്പമില്ല. അടുത്ത മാസം വരുമ്പോ ഇതെല്ലാം കരിഞ്ഞ് ഉണങ്ങും. വേനൽ ചൂടിലാകുമ്പോ കരിഞ്ഞ് ഉണങ്ങും. അപ്പൊ വല്ല ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോ സ്മോക്കിംഗ് അറിയാതെ നിൽക്ക് പോയി കഴിഞ്ഞാൽ ആകെ കത്തി ഇതാക്കും, പ്രശ്നമാവും. അതുകൊണ്ടാണ് ഇവിടെ അടുത്തുള്ളവർക്ക് ജോലി കിട്ടുന്നത്. അപ്പൊ താഴെ ഇരുന്ന് ഇതിന് മേൽഭാഗം വരെ ലേക്ക് വരെ 3240 അടി പൊക്കത്തിലേക്കാണ് നമ്മള് കയറി പോകുന്നത്. 3240 സമുദ്ര നിരപ്പിൽ നിന്ന് 3240 അടി പൊക്കത്തിലേക്കാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പൊ ഇവിടെ കയറി വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ നമ്മളൊരു നല്ലൊരു ഇത്. ഇപ്പൊ ആനയുടെ കുറച്ച് ശല്യമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അപ്രശസ്തമായിട്ട് കാണുള്ളൂ. ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആന ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. വേറെ കുഴപ്പമൊന്നും പോകുന്നു. പക്ഷെ ഇപ്പോ കലക്ഷൻ ഇപ്പൊ ഈ സീസണിൽ കലക്ഷൻ ഉണ്ട്. ഈ കുറച്ച് കഴിയുമ്പോ കലക്ഷൻ കുറച്ച് കുറയുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത്. മേലെ നീ കെട്ടി പോയിട്ടോ. ആയിക്കോട്ടെ. ഇനി ഇവിടുന്ന് എത്ര ഉണ്ടാണ്ട് മേലേക്ക്? കുറച്ച് മേലെ നിരപ്പില്ലേ, ആ നിരപ്പിൽ അവിടെ വരെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകുമ്പോ ലേക്ക് അവിടെ പോയി തറങ്ങി വെച്ചിട്ട് ഇങ്ങനെ വരാം. ഇതിൽ കൂടെ വരിക? ഈ കൂടെ ഈ സെയിം റോഡാണ്. 3240 അടി ഉയരത്തിലാണ് ഈ ഏറ്റവും ടോപ്പാണ്. ആനയുടെ ശല്യം കാരണം അങ്ങോട്ട് ഏറ്റവും വില അലൗട്ടില്ല. 6 മാസമായിട്ട് നിർത്തലാക്കി. അതല്ല, ഈ 3240 അടി അവിടെയാണ്. ഇവിടെ ഈ അറ്റം വരെ, ഈ ലേക്ക് വരെ. ലേക്കിൽ നിന്ന് അങ്ങോട്ട് ആദ്യം നിങ്ങൾക്ക് പോകാൻ വരും. അപ്പൊ അടിവാരം ചുരം അതൊക്കെ അവിടെ കാണാം. ഇപ്പൊ അവിടത്തേക്ക് ആനയുടെ ശല്യം കൂടിയതിന്റെ പേരിൽ അങ്ങോട്ട് അലൗട്ടില്ല. അപ്പൊ ഏറ്റവും ടോപ്പിലേക്ക് കൂട്ടാന്ന് ജില്ലാറ് 3420 കൂടുമ്പോ ഇച്ചിരി കൂടെ കൂടുതലായിട്ട് വരും. 6000 ചില്ലാറും വരുന്നു. കേട്ടിട്ടുണ്ട്.
അത്ര വരും. ഇപ്പൊ ആനയുടെ ശല്യം ആയതുകൊണ്ടാണ് ഇവിടെ നോക്കുന്ന നേരം അത് ഭയങ്കര കുത്തനായിട്ട് തോന്നും. പക്ഷെ ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിരപ്പുള്ള ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് കയറി പോകാം. വീട്ടിലും വിഷ്വൽസ് ആണ് അല്ലേ, എങ്ങോട്ട് വെച്ചാലും ഫ്രെയിമാണ്. കുറച്ച് ടീം കയറി വരുന്നുണ്ട്. നമ്മളെ കുറച്ചിട്ട് കയറിയപ്പോ ചൂട് ആകെ വേർക്ക കിതച്ചിട്ടേ. അപ്പൊ നമ്മൾ ജസ്റ്റ് പാൻ്റ് ഒന്ന് ഊരി ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. നമ്മൾ 2:15 നീച്ചാണ് പോകുന്നത് നാട്ടിൽ നിന്ന്. അതെ, വെറുത്താണ്, അത്രയും അടിപൊളി വ്യൂ. ഇതിപ്പോ ഇങ്ങോട്ട് കയറാൻ ഭയങ്കര ടാസ്ക് അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം കുറച്ചൊരു വിറ്റായിട്ടുള്ളവർക്ക് എന്തായാലും കയറാം. അത്രയും സിമ്പിൾ, കാരണം ഈ മേലെ വരെ വഴിയും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് നമ്മളെ ലവ് ലേക്ക്. അത് നോക്കിയാൽ സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ വരണം, അത്രയും കിടിലൻ വ്യൂ ആണ്, ഒരു രക്ഷയില്ല. ഇതാണ് കയറാൻ പറ്റാത്ത പീക്കിലെ. നമ്മളെ ബാക്കിൽ കാണുന്നതാണ് ആദ്യം അങ്ങോട്ട് കയറാൻ പറ്റുവിനി. ഇപ്പോൾ അങ്ങോട്ട് അലൗഡ് അല്ല, അതായത് അവിടെ എന്തോ ഒരു പ്രത്യേക തരം പക്ഷി ഉണ്ട്. അപ്പം അതിൻ്റെ സംരക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അതുപോലെ വന്യജീവി ശല്യങ്ങളും ആനശല്യങ്ങളൊക്കെ. അപ്പം ഇന്നലെ അവിടെ ഗാർഡനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നലെയൊക്കെ ആനകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഇതാണ് നമ്മളെ ചെമ്പ്ര പീക്കിലെ മെയിൻ അട്രാക്ഷൻ, ലവ് ലേക്ക്. ചളിയാണുള്ളതും ഫുള്ള്. അവിടെയൊക്കെ പൂളുണ്ടാണ്ടില്ലേ, തണുപ്പുണ്ടോ? തണുപ്പുണ്ട്, എല്ലാ തണുപ്പാ. ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥല സംഭവം വിചാരിച്ചാൽ തുടങ്ങി അല്ലേ. പക്ഷെ തണുപ്പ് കിട്ടിട്ടില്ല, സ്റ്റിൽ ഫ്രീസിങ്. സമയം 10:55 കഴിഞ്ഞു, 11 മണി എന്ന് പറയാം. നമ്മൾ ഇറങ്ങി. കിട്ടില്ല എക്സ്പീരിയൻസ് ആയില്ലേ കുറച്ചിനെ. ഇത് പിന്നെയും എടുത്ത് പറയണ അതിൻ്റെ ത്രില്ലുകൊണ്ടാണ്. ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം നമ്മൾ മേലേക്ക് കയറിയിട്ടുണ്ട്, നടന്ന് കയറിയിട്ടുണ്ടാവും വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം. നേരത്തെ വരണം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സേഫായിട്ട് ഓൺലൈൻ ടിക്കറ്റ് എടുത്ത് വരാൻ നോക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ വരാം. എന്നാൽ പിന്നെ ടോക്കണിൻ്റെ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് 7 മണിയാകുമ്പോൾ ടോക്കൺ കൊടുക്കൽ തുടങ്ങും. ആ ടൈം ആകുമ്പോഴേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പിന്നെ ടിക്കറ്റ് അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് ആക്കിയിട്ട് നേരെ കയറാം. അതായിരിക്കും ഒന്നുകൂടി സേഫ് ആയിട്ടുള്ള വഴി. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമാണ് ഇവിടുത്തെ സ്റ്റാഫുമാരെല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവരുടെ പെരുമാറ്റം തുടക്കം മുതൽ എല്ലാ ഗൈഡുമാരാണെങ്കിലും ടിക്കറ്റ് കൗണ്ടറിലെ സ്റ്റാഫ്സ് ആണെങ്കിലും എല്ലാവരും ഒരേപോലെ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ക്ലിയർ ആക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം താഴെത്തി പാർക്കിങ്ങിലെത്താനായി. അപ്പോൾ ഇതാണ് ചെമ്പ്ര പീക്ക് ട്രക്കിങ്. നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അതായത് ഓഫ് കോഴ്സ് മസ്റ്റ് ട്രൈ. ഇവിടെ എൻട്രി ഫീസ് വരുന്നത് 800 രൂപയാണ് കേട്ടോ. പെർ ഹെഡ് 800 രൂപയാണ് വരുന്നത്. എന്തായാലും അത് വർത്താണ്. അതായത് മേലെത്തുമ്പോഴേക്കും അത് നിങ്ങൾക്ക് മുതലാവും. ഇതിൽ എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് നോട്ട് ഹാർഡ്. പലരും പറയണ പോലെ അതെ, അതായത് നമ്മൾ കുറേ വീഡിയോയിൽ കണ്ടപ്പോൾ ഇത് ഭയങ്കര കഠിനമാണ്. ഇത് നമ്മൾ മേലെത്തുമ്പോൾ പിന്നെ ആ വ്യൂ കാണുമ്പോൾ നമുക്കതൊക്കെ മറക്കുന്ന രൂപത്തിലാണ് പലരും പറഞ്ഞത്. പക്ഷേ വ്യൂ അടിപൊളിയാണ്. പക്ഷെ എന്തായാലും ഈ പറഞ്ഞൊരു റിസ്ക് ഒന്നും കയറാനില്ല, മേലെത്താനില്ല. അതായത് പ്രോപ്പർ വഴിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഇടയിൽ ഗൈഡുമാർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ല. ഈ ട്രക്കിങ്ങൊക്കെ ആഗ്രഹിക്കണവരും യാത്ര ചെയ്യണവരൊക്കെ എന്തായാലും ഇവിടെ ഒന്ന് വരിക. അപ്പോൾ ഓക്കെ, ബൈ.